ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മ മലയാളികൾക്ക് കൊതി തീരാത്ത ഒന്നാണ് ഈ ചമ്മന്തി. എന്തോരം കറികളുണ്ടായാലും ചമ്മന്തി ഉണ്ടെങ്കിൽ അതും കൂട്ടി ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയല്ലേ നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തേങ്ങാ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി അരക്കപ്പ് അളവിൽ നാളികേരം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിലുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില, 10 എണ്ണത്തോളം ചെറുള്ളി, ഒരു ചെറിയ പീസ് വാളൻപുളി, പിന്നെ എരിവിനായിട്ട് ഒരു 6 ഉണക്കമുളക്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. 1-2 മിനിറ്റ് ഇതൊന്ന് ചൂടാവുമ്പോഴേക്ക് ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരും. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാർ എടുക്കുന്നതാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിലേക്ക് ഇനി നാളികേരവും പുളിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ നേരത്തെ ഉള്ളിയും മുളകൊക്കെ വാട്ടിയപ്പോൾ ബാക്കിയുണ്ടായിരുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. കറിക്ക് അരയ്ക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്. ഇതുപോലെ കുറച്ച് തരി നിൽക്കുന്ന പോലെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ കഞ്ഞിക്കൊപ്പമോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പി വീഡിയോകൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.